വീട്ടിലേക്ക് നോമ്പറക്കാൻ വേണ്ടിയിട്ട് പോകണ്ട. നിങ്ങൾക്ക് ഇഷ്ടല്ലേ? ഇതാണ് നമ്മുടെ താരട്ട. വിളിച്ച് വാങ്ങി തരൂല. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. നമുക്കിവിടെ എല്ലാവർക്കും സുഖമായിട്ട് പോകുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ പാക്കിങ്ങിന് ഇരിക്കുകയാണ്. അപ്പോൾ ഡെയിലി മാഷാ അല്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഡിസ്പാച്ച് ആക്കാനുള്ള ഐറ്റംസ് ഞാനിത് പാക്കിങ്ങിന് ഇരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് ഇതിനിരിക്കും. കാരണം ഇപ്പോൾ ഒരു 8 മണിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ വെയിൽ തുടങ്ങുമല്ലേ. അപ്പം ഞാൻ എന്തായാലും പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 മണീൻ്റെ ഉള്ളിൽ എനിക്ക് പോകാൻ പറ്റാറുള്ളൂ. അപ്പം ഞാനിതാ ഇവിടെ പാക്കിങ്ങിന് ഇരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് താഴെ ഉണ്ട് കേട്ടോ, ഉമ്മാൻ്റെ അടുത്ത്. അപ്പം ഞാനിവിടെ എല്ലാം പാക്കിങ്. കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, നമ്മളടുത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ഗൂഗിൾ പേയിൽ പേ ചെയ്തതിന് മാത്രമേ നമ്മൾ അതാത് അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ ഓർഡേഴ്സും ആ ഒരു ദിവസം തന്നെ ഓഫീസ് ലീവിലേ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളടുത്ത് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതൊക്കെ കുറേ ഐറ്റംസ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് ഇനിയിപ്പോൾ നിലവിലുള്ളൂ. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇൻസ്റ്റഗ്രാമൊന്ന് ഫോളോ ചെയ്യുക, അതിലൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച വന്നിട്ട് ഞാൻ അതിൻ്റെ പിക്ക് വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാനിത് ഓരോ അഡ്രസ്സിനുള്ള നോക്കിയിട്ട് അതിൽ ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ അയക്കാറ്. ചിലത് നമ്മളെ കണ്ണിൽ പെടാത്തതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഒരുപാടായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഇതിന് കൂടുതൽ പാർട്ടി വെയർ ആണ് സെല്ല് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാവർക്കും പാർട്ടി വെയർ ആണ് ചോദിക്കുന്നത്, പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ ഇത് നമ്മളെല്ലാം കുറേ നമ്മൾ പോസ്റ്റ് ഓഫീസിലാണ് അയക്കൽ. കുറച്ചൊക്കെ നമ്മൾ DTDC അയക്കും. പക്ഷേ ഇനി മുതൽ നമ്മൾ എന്തായാലും DTDC അയക്കാമെന്നുള്ള പ്ലാനിങ് ആണ്. കാരണം ഇനിയിപ്പോൾ തിരക്കല്ലേ, പിന്നെ ഈദായി തുടങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ആളുകൾക്കും പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇനി ഡ്രസ്സ് എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതിൽ ഒരുപാട് നല്ല കളക്ഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്കൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്തൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടു കൊടുത്തതിന് ശേഷം ഞാനിതാ എൻ്റെ വീട്ടിലേക്ക് ഈവനിങ് പോകണം. അപ്പോൾ ഞാനിന്ന് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ കൊറിയറും ഞാൻ DTDCക്ക് അയച്ചിട്ടുള്ള കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഇറങ്ങുന്നതാണ്. കൊറിയർ അയക്കാനുള്ളതൊക്കെ ഉണ്ട്, സെറ്റാക്കാനുള്ളതാണ്. ഇന്ന് പോകുന്ന വഴിയിൽ 2 അയക്കാനുണ്ട്. ഈവനിങ് ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ അതാണ് അതിൽ അതേറ്റും പോകും. ഇത് പഴം നമ്മളെ പത്തിരിയാ തിരുനെല്ലിപ്പഴം പൊത്തും പിന്നെ പോരുന്ന എൻ്റെ വീട്ടിലേക്ക് നോമ്പറക്കാൻ നോമ്പറക്കല്ല നോമ്പറക്കാൻ പോവുക. ഇന്ന് വിളിച്ചിട്ട് പോവുകയല്ല, ഇന്ന് നാണാട്ടി പോവുക. എന്തിനു നാണാട്ടി പോവുക? ആണ്ടിലിറച്ചി ചെമ്പിലിറച്ചി ഇറച്ചിക്കടിക്കുക. ഇഷ്ടാണ് തിന്നണ പറഞ്ഞിട്ട് പോരുന്നോ? പോരുന്നോ? പോരി വരാ തിന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വന്നാണ് തന്നെ എൻ്റെ ബ്രദറിനെ കണ്ടപ്പോൾ ഹസ്മോൻ ഇത് അവൻ്റെ കൂടെയായിരുന്നു കേട്ടോ. കാരണം അവർ രണ്ടുപേരെയും കിട്ടിയാൽ മതി ഹസ്മോന്. പ്രത്യേകിച്ച് ഇവൻ്റെ ഈ ഒരു ബൈക്ക് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വന്ന 9 വണ്ടി എന്നാണ് അവൻ പറയല്. കാരണം ചെറിയതായപ്പം അങ്ങനെയാണ് അവൻ പറയാറ്. ഇപ്പോഴും ആ ഒരു പേര് മാറ്റിയിട്ടില്ല കേട്ടോ. 9 വണ്ടി കാക്കൂൻ്റെ എന്നാണ് പറയാറ്. അപ്പോൾ അതിൽ ഓട്ടണം. യോ ഈ വണ്ടി ഓടിക്കുക, ഈ എൻ്റെ എടുത്താ യോ സുട്ടി വണ്ടി ഓടിക്കട്ടോ. ഇതാണ് കാക്കുനെ നോക്കിയെടുക്ക്, ഫോട്ടോ എടുത്തരും കാക്കു. ആ എന്തൊരു നോട്ടാ, നേരെ നോക്ക്. എത്തിയിട്ടുണ്ട് അല്ലേ സെബിയെ? വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ നോമ്പ് ഇവിടെ നോമ്പ് തുറക്കാൻ വന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ അയച്ചേക്കട്ടോ. ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നോമ്പ് തുറന്ന് പോയതാണ്. ഇന്ന് പ്രത്യേകിച്ച് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 15 ബദരീങ്ങൾ ആണ്ടിൻ്റെ ഇറച്ചി കിട്ടും. ആ ചെമ്പിൽ വരട്ടി ഇറച്ചി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. കാരണം ഇക്കാൻ്റെ വീട്ടിലവിടെ
ബീഫ് പച്ച ബീഫ് വേവിക്കാത്ത ബീഫാണ് അവിടെ കൊടുക്കുക. പക്ഷേ എനിക്ക് ചെമ്പിൽ വരട്ടിയ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അതിവിടെയാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിങ്ങോട്ട് നോമ്പറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അവിടെ ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഇന്ന് എൻ്റെ ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ പോന്നപ്പോൾ ഞാൻ കുറച്ച് കടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ച സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പൊതിയുണ്ട്. നമുക്ക് 2 പള്ളിയിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു പത്തിരി പിന്നെ അതുപോലെ ആ ഒരു ബീഫാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. നല്ല ചെമ്പിലൊക്കെ വരട്ടിയിട്ട് നല്ല വലിയ പീസായിട്ടുള്ള ബീഫ് വരട്ടിയതാണ്. അങ്ങനെ 2 പള്ളിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിനാണ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് 2 പള്ളിയിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ 2 കവറായിട്ടുള്ള. പിന്നെ ഞാനിതാ പോകുന്ന ടൈമിൽ കുറച്ച് സ്നാക്സും പിന്നെ പൊറാട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വേണ്ടി? ഞങ്ങൾക്ക് എന്താ വേണ്ടി? എന്താ വേണ്ടി? അയ്യടാ, ഷെബിക്കാക്ക് മൊബൈൽ കാണുമ്പോൾ എനിക്കൊരു പൂതിയാണ് കള്ളപ്പ. അതാ ഫോണും കൊണ്ടുപോടാ. അപ്പോൾ ഇന്ന് ഇവിടെ മുന്തിരി വെള്ളമൊന്നുമില്ല. ഞാനിവിടെ നമ്മുടെ തണ്ണിമത്തൻ പാലിന് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലാകുമ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ കഴിക്കാറ് എന്താണെന്ന് വെച്ചാൽ മുന്തിരി ജ്യൂസല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉമ്മ എനിക്ക് ഈ പാക്കറ്റിലാക്കി തന്നത്. നമ്മുടെ പഴമാണ് കേട്ടോ, തിരുനെല്ലിപ്പഴം എന്ന് പറയും. ആ ഒരു പഴമാണ് ഇത്. വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ വെള്ളേരത്ത് ഉപ്പ ഫ്രീ ടൈമിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ വാഴയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന പഴം കുറേ ഉണ്ടാകുമ്പോൾ കുറച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. കാരണം ഉമ്മ ഞാൻ പോരാന്ന് പറയുമ്പോൾ പാക്ക് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പാലിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നീട്ടി അടിച്ചിട്ടുണ്ട്. കാരണം വെള്ളത്തിനാണല്ലോ ദാഹം. പിന്നെ അതിലേക്ക് അടിച്ചതിന് ശേഷം ഞാനിതാ വെള്ളം ഡൈലൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു ലൂസാക്കി എടുക്കുന്നുണ്ട്. അതാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാനിതാ ബാങ്ക് കൊടുക്കാനായപ്പോൾ നമ്മുടെ ആ ഒരു പീസൊക്കെ എടുത്തിട്ട് ഇതാ ഒരു പാത്രത്തിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയ തന്നെ കേട്ടോ ആ ഒരു പത്തിരി. അപ്പോൾ ബീഫ് കണ്ടില്ല, വലിയ പീസായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. കാരണം എനിക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്, വരട്ടിയതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നോർമലി കറിയത്തൊന്നും വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷേ ഈ ഒരു ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കനാണ് ഒന്നുകൂടി ഇഷ്ടം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 2 പാത്രത്തിലാക്കി മാറ്റിയതാണ്. 2ൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 ഇതിലാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളെല്ലാവരും കൂടി നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഞാനത് ഉന്നക്കായും അതുപോലെ തന്നെ നമ്മുടെ ഏലാഞ്ചി അങ്ങനത്തെ ഇതൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊറാട്ട ഉണ്ടായിരുന്നു. അനിയൻ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? കുറേ ആയി നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടൊക്കെ. ഇപ്പോൾ എല്ലാം ബിസിയാണ്. അപ്പോൾ ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നോമ്പൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നോമ്പ് 15 ആകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ചെമ്പിൽ വരട്ടി ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബദരീങ്ങൾ ആ ഒരു ആണ്ടിൻ്റെ ഇറച്ചി ഉണ്ടാവും. നമുക്ക് 2 പള്ളിയിൽ നിന്ന് കിട്ടാറുണ്ട്. ഒന്ന് നമ്മുടെ ഇവിടുത്തെ പള്ളിയിലും കുറച്ച് താഴെയുള്ള പള്ളിയിൽ, അങ്ങനെ 2 പള്ളിയിലത്തെ ഉണ്ടാവും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നല്ല ചെമ്പിൽ വരട്ടി ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവരൊന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇക്കാൻ്റെ വീട്ടിൽ അവിടെ ആ ഭാഗത്ത് പച്ച ഇറച്ചിയില്ലേ, നമ്മൾ വേവിക്കാത്ത ഇറച്ചി, അതാണ് കേട്ടോ കൊടുക്കല്. പക്ഷെ നമ്മൾ അവിടെ അത് വാങ്ങാറില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വാങ്ങുമ്പോൾ എനിക്ക് ആ ഒരു ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ചിലപ്പോൾ ഇക്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ പോകും, അല്ലെങ്കിൽ ഇന്ന് നിന്നിട്ട് നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതാണ് നിൻ്റെ വീട്ടിലെന്താ നിൽക്കാത്തത്. എൻ്റെ വീട്ടിൽ നിൽക്കാത്തത് വെച്ചാൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഞാൻ ഒന്നരാടല്ലേ ഡെയിലി എന്ന് തന്നെ പറയാം. ഞാൻ ഇതിൽ പാസ് ചെയ്തിട്ടാണ് ഞാൻ ചിലപ്പോൾ അരീക്കോട് പോലെ ഈ ആവശ്യത്തിനൊക്കെ വേണ്ടി. കാരണം എൻ്റെ വീട് ഇക്കാൻ്റെ വീട് വലിയ മാറ്റമൊന്നുമില്ല. ഞങ്ങളെ പഞ്ചായത്തും ടൗണും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ലവ് മാരേജും അല്ല. അപ്പോൾ കുറേ അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ വന്നു പോകും. പിന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഹസൂനെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ വേണമെന്നാണ് ഉമ്മാക്ക്. കാരണം ഹസ്ബൻഡിനെ കളിപ്പിച്ച് ടൈം പോകാൻ ഉമ്മാക്ക് ആരുമില്ലല്ലോ കൂട്ടിന്. ഫോണും അതുപോലെ തന്നെ ടി വിയൊക്കെ ഒരു പരിധി വരെ ഇല്ലേ. അപ്പോൾ ഉമ്മാക്ക് അങ്ങനെ കുട്ടികളായിട്ട് കളിപ്പിച്ചിരിക്കുക ഹസൂനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹസൂൻ എപ്പോഴും കണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരുന്നപ്പോൾ തന്നെ ഉമ്മ അറിയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം, ഈ പത്തിരിയും ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് രാത്രി പോര്, ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് കുറേ നിർബന്ധിച്ചു. അപ്പം ഞാനാ പറഞ്ഞ വേണ്ടാവും വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കിവിടെ നിൽക്കും ചെയ്യാമെന്ന്
എന്നുള്ള ലെവലിൽ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മാഷാ അല്ലാ നമ്മളെ ഓൺലൈൻ സ്റ്റോറത്തെ ഒരുപാട് അപ്ഡേഷൻ വന്നത്, കുറേ സോൾഡ് ആയിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ നമ്മളെ ഈദ് പർച്ചേസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ റോസ് ഫെറ്റിൽ ഇൻസ്റ്റഗ്രാമിൽ ഇത് കയറി നോക്കുക. നിങ്ങൾക്ക് ഈദിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കുക. നല്ല അടിപൊളി പാർട്ടി വെയറൊക്കെ നമ്മൾ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇൻഷാ അല്ലാ തിങ്കളാഴ്ച ഒരുപാട് വെറൈറ്റി സ്റ്റോക്ക് എത്തും. ഇപ്പോൾ ഏകദേശം കുറേ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ അയച്ചു വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ DTDC പോസ്റ്റും അയക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് DTDC ആണ് അയച്ചു കൊടുക്കുന്നത്, കാരണം പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും മാക്സിമം നമ്മൾ എന്നും വീഡിയോ നമ്മളൊരു 12 മണി 1 മണീൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളെന്നും വീഡിയോ കാണണം കേട്ടോ. എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഫാമിലി വ്ളോഗാണ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും സ്കിൻ കെയർ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗിൻ്റെ ഇടയിൽ കൂടെ അതും ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പറയാറുണ്ട് സ്കിൻ കെയർ വീഡിയോ ഇത്താൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കാണിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാ ഒരു വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് പറയട്ടോ. ഭയങ്കര ചില ദിവസം ഭയങ്കര ചൂടാണ്, വെള്ളത്തിനൊക്കെ ഭയങ്കര ദാഹം തോന്നും. പക്ഷേ ചില ദിവസം കുഴപ്പമില്ല കേട്ടോ. ഇന്നൊന്നും കുഴപ്പമില്ല, ചില ദിവസങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നോമ്പ് വരുന്നതിനുള്ള മുന്നേ വിചാരിച്ചിന് ഈ വെയിലത്തൊക്കെ എങ്ങനെയാണ് നോൽക്കുന്നത്. പക്ഷെ നോറ്റ് തുടങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ രാവിലെ പർച്ചേസിങ്ങിന് പോവുക, അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് ആ വെയിൽ കൊണ്ട് ഡ്രൈവിങ് ചെയ്ത് ഇങ്ങോട്ട് വരിക, അങ്ങനെ ആകുമ്പോൾ ഞാൻ നല്ല ടയർഡാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നോമ്പ് അങ്ങനെ നോമ്പൊക്കെ പിറന്നതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പം വന്നാൽ ഇക്കാൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ ഇന്നിവിടെ ഇവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലെ ഹോം ടൂറ് ഞാൻ ഇൻഷാ അല്ലാ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്ത് കാണിച്ചു തരണ്ടേ. ഓക്കെ. അപ്പോൾ നോമ്പൊക്കെ പറഞ്ഞ് ആ ഒരു ക്ഷീണമൊക്കെ മാറേണ്ട ശേഷം നമ്മളിത് അരീക്കോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഞാൻ പോകുന്നത് വെച്ചാൽ സോഡ ഇതുപോലത്തെ ഒരുപാട് ഉപ്പിലിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോവാറ്. അപ്പോൾ ഇന്ന് നമ്മളിത് ഒരു അടാർ ഐറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. ആത്മാവ് പറഞ്ഞൊരു ഐറ്റമാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ തരംഗ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലല്ലേ. അപ്പോൾ ഈ ഒരു കുടുക്കയിൽ നിന്ന് നല്ല പുകയൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ കുടിച്ച് കിള്ളി പോയിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഹസൂന് പത്തിരിയും ബീഫൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ എന്തായാലും ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു മുസമ്പി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ പൊലച്ചക്കേക്ക് വേണ്ടിയിട്ട് ഞാനിതാ ചോറ് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ചൂടാർ ബോക്സിൽ ഇറക്കി വെച്ചിട്ട് ആയിട്ടൊന്ന് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇവിടെ ജ്യൂസ് കൊടുക്കുകയാണ് അവന്. മധുരണ്ടോ? സൂപ്പറാ. ഭക്ഷണത്തിന് മുന്നല്ലേ ഒക്കെ ചെല്ലണ്ടി. വിസ്മി ചെല്ലാൻ മറന്നാലും എന്താ ചെല്ലുക? വെരി ഗുഡ് ബോയ്. ഞാൻ കഴിച്ചോട്ടു കേട്ടോ. അപ്പം ഞാൻ ഗ്യാസിലിതാ ഒരു കുടുക്കയിൽ ചോറ് തീമിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഞാൻ ചൂടാർ ബോക്സിലേക്ക് ഇറക്കിയേക്കാന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മയൊക്കെ വന്നിട്ട് അവർ ഊറ്റിയെടുത്തോളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ തൽക്കാലം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ.